നല്ല ടേസ്റ്റുള്ള എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിലൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 2 സവാള, മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെയൊക്കെ ഓരോ സ്മെല്ല് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്. അത് ചെറുതായിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കൻ കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല അതിനുള്ളിൽ നന്നായിട്ട് മസാലയും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ടോട്ടൽ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കുറച്ച് എരിവിന് വേണ്ടിയിട്ടുമാണ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഫോമിലാണ് നമുക്ക് ഇത് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിൽ നിന്ന് ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെയാണ്. അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ആറി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് മസാല വെച്ച് കൊടുക്കാം. ഈ ദോശയുടെ ഒരു ഭാഗത്തായിട്ടാണ് മസാല വെച്ചെടുക്കുന്നത്.
നടുഭാഗത്ത് നിന്നും കുറച്ച് വിട്ടിട്ടും എഡ്ജിൽ നിന്നും കുറച്ച് വിട്ടിട്ടും മസാല വെച്ച് കൊടുക്കാം. ഈ ഒരു സൈഡ് ഭാഗത്തും കൂടി കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മടക്കിയെടുക്കുന്ന സമയത്ത് അവിടെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മടക്കി വെക്കാം. ഇനി ഈ ഭാഗത്ത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നടുഭാഗത്ത് തട്ടുന്ന രീതിയിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ആറി വരുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് മസാല വെച്ച് കൊടുക്കാം. മടക്കിയ ഭാഗത്ത് വേണം ആദ്യം ഇത് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ നടുഭാഗത്ത് നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം മസാല വെച്ച് കൊടുക്കാൻ. കാരണം നമ്മൾ മടക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ഭാഗം കുറച്ചുകൂടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഭാഗത്ത് ഈ മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് മടക്കിയതിന് ശേഷം രണ്ട് ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഞാൻ ഫില്ലിങ്സും ബാറ്ററും വെച്ചിട്ട് ഇതുപോലത്തെ 2 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.